ഹലോ ഗൈസ്, എൻ്റെ പേര് അപർണ എന്നാട്ടോ. ഞാനിവിടെ റിയാദിൽ വർക്ക് ചെയ്യാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പം നമ്മളിങ്ങനെ വർക്കിൻ്റെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചൊരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടി നമ്മൾ ഡൈവേർഷൻ ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്തൊരു മാർഗ്ഗമായിരുന്നു യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കുഞ്ഞു കുഞ്ഞ് ഷോർട്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ റാൻഡമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അത്രയൊക്കെ ഉണ്ടായുള്ളൂ. അല്ലാതെ അങ്ങനെ മെയിൻ വീഡിയോസായിട്ട് ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. അപ്പം ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ മെയിൻ വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ എനിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ അക്കോമഡേഷൻ ഫ്രണ്ട്സാണ്. ഇവിടെ നമ്മളൊരു ഫ്ലാറ്റ് പോലെയാണ്, 8 പേര്. ശരിക്കും ഫസ്റ്റൊക്കെ നമ്മൾ വന്ന സമയത്ത് ജസ്റ്റ് ഫ്രണ്ട്സ് അത്ര ഉണ്ടായിരുന്നുള്ളൂ, കാണുമ്പോൾ സംസാരിക്കും അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നൗ വി ആർ ലൈക്ക് എ ഫാമിലി. അപ്പം നമ്മുടെ ഫാമിലിയിൽ നിന്ന് 2 പേര് ആനുവൽ ലീവിന് വെക്കേഷന് പോകട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഫീലാണ് നമുക്കുണ്ടായത്. അപ്പോൾ ഇതൊരു മെമ്മറി ആയിരിക്കും. പിന്നെ നമുക്ക് ആ ഒരു വിഷമം ഉണ്ടായതും അങ്ങനെ ഇപ്പം നമുക്ക് എന്താണ് അതൊരു മെമ്മറി ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അതാണ് ഈ ഒരു കണ്ടൻ്റായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ എങ്ങനെയാണ്, റെഡിയല്ലേ? നമുക്ക് പോയാലോ? നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഹോസ്റ്റലിൻ്റെ മെയിൻ എൻട്രൻസിലോട്ടാട്ടോ. നമ്മളിവിടെ ചെന്നു, എൻട്രൻസിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ ഡ്രൈവർ ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. നമ്മളിവരെ വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരമായിട്ട് നമ്മൾ നിൽക്കുന്നു. ഇപ്പോൾ ഡ്രൈവർ വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പുള്ളീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബിക്കോസ് ഓൾറെഡി ഇപ്പോൾ സമയം കുറച്ച് ലേറ്റായി. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു, നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇത്രയും പേരാണ് പോയത്. ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രമില്ല ഗൈസ്, നിവ്യയില്ല. നിവ്യ ആക്ച്വലി അവൾക്ക് ലീവൊക്കെയാണ്, പക്ഷേ അവൾക്ക് പനിയാണ് ഗൈസ്. നമ്മളിങ്ങനെ പോയ വഴിക്ക് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബിക്കോസ് ഇതൊരു ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ മോർണിംഗ് ഒരു ആഫ്റ്റർനൂൺ ആ ഒരു സമയത്ത് വലിയ തിരക്കോ ട്രാഫിക്കോ അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണാനൊക്കെ അടിപൊളി വ്യൂ കേട്ടോ. ഇവിടുത്തെ ഈ എയർപോർട്ടിനോട് ചേർന്നിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ടല്ലോ, അവിടെ കുറച്ച് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ. നമ്മളങ്ങനെ എൻജോയ് ചെയ്തിട്ട് കണ്ട് നമ്മുടെ പാട്ടൊക്കെ വൈബൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോയത്. നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ ഒരു വിഷമമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ബിക്കോസ് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളവിടെ ചെന്നു കേട്ടോ. ഇതാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, റിയാദിലെ കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മളവിടെ എത്തി കേട്ടോ. നമുക്കറിയില്ലായിരുന്നു ഇവിടെ ചെന്ന സമയത്ത് നമുക്കതിൻ്റെ ഉള്ളിൽ കയറാം എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ പോയിട്ടുള്ളത് നെടുമ്പാശ്ശേരിയിലാണല്ലോ. അപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നമ്മൾ എൻട്രൻസിൽ കയറി അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റിലേറ്റീവ്സിനോ കസിൻസിനോ നമ്മുടെ കൂടെ വന്ന ആർക്കോ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് വിചാരിച്ച് നമ്മൾ കുറച്ച് നേരം പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് നിന്നൊരു കരച്ചിലും ബഹളവും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറിയത്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഫാമിലി പോലെയാണ്. അപ്പം നമ്മുടെ ഫാമിലിയിൽ നിന്ന് 2 പേര് പോകുമ്പം കാര്യം 1 മാസത്തേക്കോ മറ്റാണ് നമുക്കിവിടെ നിന്ന് ലീവ് കിട്ടുന്നതെങ്കിലും, പക്ഷേ ആ 1 മാസം ഇപ്പോൾ പോകുന്നവർക്ക് അത് പെട്ടെന്ന് പോകുമായിരിക്കും. ഇപ്പം ഞാനാണ് പോകുന്നതെങ്കിലും എനിക്കത് വേഗം പോകുമായിരിക്കും. ബിക്കോസ് നമ്മൾ നമ്മുടെ നാട്ടിലാണല്ലോ. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് കാര്യം പ്രവാസിയാണല്ലോ നമ്മൾ. ആ പ്രവാസി എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ഓർക്കും. ഇങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനൊരു ഇത് വരുമല്ലോ. നമ്മൾ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഗൈസ്. എനിവേസ് നമ്മൾ സെറ്റായി ഗൈസ്. ഇത് ഞാനും മനീഷയാണ്. കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്ന് ഇവർ പോകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ ആയിട്ടോ. നമുക്ക് അത്ര വിഷമമോ കാര്യങ്ങളോ പിന്നീട് ഉണ്ടായില്ല. അവർ പോകുന്നതിൻ്റെ പെട്ടെന്ന് അങ്ങനെ ആലോചിച്ചിട്ടുള്ള വിഷമമാണ് നമുക്ക് ഉണ്ടായത്. അങ്ങനെ അവർ പോയി ഗൈസ്. അങ്ങനെ അവരെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാട്ടോ അനുചേച്ചിയും കൊച്ചും ഹസ്ബൻഡും അവരുടെ ഫാമിലിയാട്ടോ. അപ്പം അവരാദ്യമായിട്ട് എയർപോർട്ടിൽ അങ്ങനെ കണ്ടപ്പോൾ ഉള്ള അവരുടെ ആ ഒരു റിയാക്ഷനാട്ടോ. നമുക്കിത് കണ്ടപ്പോൾ ശരിക്കും എനിക്കൊക്കെ കണ്ണ് നിറഞ്ഞു കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ഫീലിങ്സ് നമുക്ക് ഇവിടെ ഇരുന്നത് അറിയാൻ പറ്റും. എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും നാൾ നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനെ, നമ്മുടെ കസിൻസിനെ, നമ്മുടെ ഫാമിലീനെ നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു പ്രവാസിയായിട്ട് ഒരു ദിവസം നിങ്ങൾ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് നിങ്ങൾ തിരിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എന്തോരം സന്തോഷം നമുക്ക് ആ സമയത്ത് വരുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനൊരു മൊമെൻറ്റിലാണ് ഇപ്പം ഇവരുള്ളത്. ഇവരുടെ കൂടെ നമ്മളും ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കും ഒരു മനസ്സ് നിറയുന്നൊരു സുഖം ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ സെറ്റായി ഗൈസ്. ഇതാട്ടോ അദുനി ചേച്ചിയും അവരുടെ ഫാമിലിയും. അവരും ഹാപ്പിയാണ് ഗൈസ്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ളവർ നമ്മളൊക്കെ ലീവ് പ്രതീക്ഷിച്ച് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മളും എന്തെങ്കിലും പോകുമല്ലോ. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്.
ബൈ. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഈ ഇരിക്കുന്ന കേട്ടോ ഇത്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടോ. അങ്ങനെ നമ്മൾ കഞ്ഞിയും പയറും അച്ചാറും, എന്താ കോമ്പിനേഷൻ അല്ലേ. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടുമ്പോൾ കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.